ഹലോ, എന്തല്ല ഒരു അവിഹിത കഥ പറയട്ടെ. എങ്ങനെയാ, കേട്ടിരിക്കുമല്ലേ? ഞാൻ ഇപ്പം കണ്ടു കഴിഞ്ഞ ഒരു കുഞ്ഞി അവിഹിത കഥ, സെന്ന ഹെഡ്ഗെ എഴുതിയ നല്ലൊരു അടിപൊളി കുഞ്ഞ് സിനിമ. സെന്ന ഹെഡ്ഗെ എഴുതി അംബരീഷ് സ്ക്രിപ്റ്റ് ചെയ്ത, സെന്ന ഹെഡ്ഗെ അംബരീഷിനോട് സ്ക്രിപ്റ്റ് എഴുതിയ ഒരു അടിപൊളി കണ്ണൂർ പടം. നമ്മുടെ തനി നാട്ടിൻപുറത്ത് കാണുന്ന കാഴ്ചകൾ. ഒരു ഗ്രാമപ്രദേശത്ത് ഒരു ചെറിയൊരു അവിഹിതക്കഥ മുളയ്ക്കുന്നു. അത് ഇങ്ങനെ പറഞ്ഞു പോയി നല്ല രസമായിട്ട് കാസ്റ്റ് ചെയ്ത, അധികം വലിയ പേരുകേട്ട സ്റ്റാർ കാസ്റ്റുകൾ ആരുമില്ലാത്ത ഒരു കുഞ്ഞി അടിപൊളി പടം. ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. വലിയ ത്രില്ലറോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒന്നും കണ്ടു പോകേണ്ട, അങ്ങനെ ആരും പോകേണ്ട ആവശ്യമില്ല. പേര് പോലെ വലിയ അവിഹിതമോ കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങനത്തെ 18+ സംഭവങ്ങളോ ഒന്നേ ഇല്ലെന്ന് പറയാം. നല്ല ഫാമിലിക്കെല്ലാം ഇരുന്ന് കോമഡിയോടെ ചിരിച്ച് കാണാൻ പറ്റിയ നല്ല അടിപൊളി സിനിമ. ഞാൻ നല്ലോണം ചിരിച്ചു, ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. അതിനകത്ത് ചില ഡയറക്ടർ ബ്രില്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് അവർ ബാത്റൂമിൽ കയറി അവിഹിതം കാണിക്കാൻ പോകുന്ന സമയത്ത് ഒരു വാഴക്കൊല, ഒരു റോസാപ്പൂവ്, അങ്ങനെ ചില ഷോർട്സൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി സംഭവങ്ങളൊക്കെയായ ഒരു നല്ല നല്ല സിനിമ. നമ്മുടെ നാട്ടിൻപുറക്കാരായ ഗുണ്ട് ടീം, അജിത്ത് പുന്നാട്, അങ്ങനെ ഗുണ്ട് ടീമിൽ അജിത്ത് പുന്നാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും സിനിമയിലുണ്ട് ഗുഡ് ടീമിൽ. പക്ഷെ അവരൊരു TV സീരിയൽ ആക്ടർ പോലെ അവരെ ഒരു ആ സിനിമയ്ക്കകത്ത് വേറൊരു സീരിയൽ കാണിക്കുന്നുണ്ട്. ആ സീരിയലിലെ ആക്ടേഴ്സ് ആയിട്ടാണ് ബാക്കി ഗുഡ് ടീമിലെ മെമ്പേഴ്സ് ഉള്ളത്. സോ ഭയങ്കര രസമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് സിനിമ. ശരിക്കും നല്ല രസമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അതിന് എന്താണ് നമ്മുടെ ഇത് IMDb റേറ്റിംഗ് കൊടുത്തേക്കുന്നത് 7.7 ആണ്, വിച്ച് ഈസ് ഓക്കെ. ആ സിനിമയ്ക്ക് പറ്റിയ ഒരു റേറ്റിംഗ് ആണ്. ഒരു ചെറിയ നാട്ടുപ്രദേശം, കണ്ണൂർ സ്ലാങ്, ആ നാട്ടിലെ ആൾക്കാർ, അവർ തമ്മിലുള്ള ചെറിയ ചെറിയ വർത്തമാനങ്ങൾ, ഒരു ചെറിയൊരു കഥ ഉണ്ടാവണം. അവിടുന്ന് അത് ഡെവലപ്പ് ചെയ്ത് പോകുന്നു. ആ ഡെവലപ്മെൻറ്റ് രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു കഥ ഡെവലപ്പ് ചെയ്ത് പോയ രീതി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പല എന്താണ് സിനിമകളും ആൾക്കാരെ പിടിച്ചിരുത്താൻ പാകത്തിനുള്ള കഥകൾ നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ പല സിനിമകൾക്കും പല നിർമ്മാതാക്കൾക്കും അല്ലെങ്കിൽ പല ഡയറക്ടേഴ്സിനും അവരുടെ സിനിമയിലേക്ക് ആൾക്കാരെ പിടിച്ചിരുത്താൻ പാകത്തിനുള്ള കണ്ടൻസ് കിട്ടാണ്ടാകുന്ന സമയത്ത് ഇത് നല്ല രസമുണ്ടായിരുന്നു. നമ്മളങ്ങ് മടിപ്പിക്കാണ്ട് നമുക്കങ്ങനെ കണ്ടുപോകാൻ പറ്റും. അത്രയ്ക്ക് രസമായിട്ട് സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് നല്ല അടിപൊളി ക്ലൈമാക്സ്, നല്ലൊരു അടിപൊളി ക്ലൈമാക്സ്. വളരെ ഇഷ്ടപ്പെട്ട ക്ലൈമാക്സ്. എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തതിൻ്റെ എല്ലാ വിഷമം ഇപ്പം ഞാനത് പറയുവാണ്. ഞാൻ നാട്ടിലെ റിലീസ് ഉണ്ടായിരുന്നു, പക്ഷേ ആ സമയത്ത് ഞാൻ ഇവിടെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. നമ്മുടെ നാട്ടുകാരുടെ പടം ഇറങ്ങിയിട്ട് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല എന്ന് പറയുമ്പം എന്തായാലും വിഷമമല്ലേ. ഞാൻ OTT പടം കണ്ടത്. ജിയോ ഹോട്ട്സ്റ്റാറിൽ സിനിമ അവൈലബിൾ കേട്ടോ, എല്ലാവരും നേരെ കണ്ടുപോക്കുക. ഇനി സിനിമയെക്കുറിച്ച് പറയാം. സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു നാട്ടിൻപുറത്ത് ആൾക്കാരിരുന്ന് വെള്ളം അടിക്കുന്ന ഒരു സെറ്റപ്പ്. അതായത് ലോങ് ഫ്രെയിമിൽ, ലോങ് ആംഗിളിൽ ഒരു പാടത്തിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയൊരു ഇരുട്ടത്ത്, രാത്രി 9 സമയം പറയണേ. ആ സമയത്ത് പാടത്തിൻ്റെ പുറത്തുനിന്ന് കുറച്ച് വെള്ളം അടിക്കുന്നു. അതിലെടുത്ത് വെള്ളം അടിക്കാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് സീരിയലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കേൾക്കാം. സീരിയലിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ അവർ പോകുന്നു. സീരിയലിൻ്റെ പാട്ട് നിൽക്കുന്നു. പാട്ടിൽ കുറച്ച് മുമ്പോട്ട് നടന്നു കഴിയുമ്പം അവിടെ ഒരു വാതിൽ തുറക്കുന്ന സൗണ്ട് കേൾക്കുന്നു. ഒന്ന് പേടിക്കുന്നു. അവിടുന്ന് കഥ ഡെവലപ്പ് ആവുകയാണ്. അവിടുന്ന് ആ കഥ ഡെവലപ്പ് ചെയ്ത് നോക്കുമ്പം വാഴത്തോട്ടത്തിൻ്റെ അകത്ത് നിന്ന് 2 പേര് അവരുടെ കിസ് ചെയ്യുന്നു. ആ സീനിലേക്ക് സിനിമ എത്തി. അവിടുന്ന് പിന്നെ അയാൾ വേറെ ആളെ വിളിച്ച് കാണിക്കുന്നു. പിറ്റേ ദിവസം നമുക്കൊരു കാര്യം കണ്ടാൽ വേറെ ആരോട് പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസം ഓടി ഒരു തയ്യൽക്കാരനോട് പറയുന്നു. തയ്യൽക്കാരൻ ആളിൻ്റെ ശരീരത്തിൻ്റെ ഇത് കണ്ടിട്ട്, രാത്രി കണ്ടിട്ട് ഇത് ഇന്ന ആളാണ് എന്ന്, തയ്യൽക്കാരനാണല്ലോ, അയാൾ അളവ് കണ്ട്, ശരീരത്തിൻ്റെ അളവ് കണ്ടിട്ട് പുള്ളി ഇതാക്കുന്നു. ലേഡീസ് ഓൺലി ടൈലറിങ് ആണ് പുള്ളിയുടെ. അങ്ങനെ അവിടുന്ന് അയാളെ ഡെവലപ്പ് ചെയ്യുന്നു, കഥ ഡെവലപ്പ് ചെയ്യുന്നു. എന്നിട്ട് കൺഫേം ആയതുകൊണ്ട് അവിഹിതമാണെന്ന് കൺഫേം ചെയ്തു. ശരീരത്തിൻ്റെ അളവ് കണ്ടിട്ട് ഇന്ന ആളാണെന്ന് കൺഫേം ചെയ്ത് അയാൾ എന്ത് ചെയ്യുന്നു, തയ്യൽക്കാരൻ നേരെ മറ്റേ ഈ അവിഹിതം ഉണ്ടെന്ന് സസ്പെക്റ്റ് ചെയ്യുന്ന ഭാര്യയുടെ ഭർത്താവിനെ, പുള്ളിക്കാരുടെ ഭർത്താവിനെ വിളിച്ച്, അനിയനെ വിളിച്ച് കാര്യം പറയണം. അവർ വേറെ ദൂരസ്ഥലത്തിൽ ആശാരിപ്പണി എടുക്കുന്ന ആൾക്കാരാണ്. അവിടുന്ന് കഥ ഡെവലപ്പ് ചെയ്യണം. പിന്നെ അവിടുന്ന് അയാൾ വരുന്നു, അനിയൻ വന്ന് കൺഫേം ചെയ്യുന്നു. അവിടുന്ന് പിന്നെ അതായത് അനിയൻ വരുമ്പം ആളെ കാണുന്നില്ല, ചേച്ചി ഇറങ്ങി വരുന്നത് കാണാം, ഈ പുള്ളിക്കാരി ഇറങ്ങി വരുന്നത് കാണുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരിനെ എവിടെയും ഫേസ് കാണിക്കുന്നില്ല, കംപ്ലീറ്റ് ഇരുട്ടത്താണ്, കംപ്ലീറ്റ് ഇരുട്ട് മാത്രമേ ഉള്ളൂ. ഒരാളുടെ രൂപം അവിടെ നിൽക്കുന്നു, അവർ പരിപാടികൾ ചെയ്യുന്നു. പക്ഷേ ഈ ചെറുക്കൻ ആരാന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ചെറുക്കൻ ആരാന്ന് കാണുന്നുണ്ട്, ഈ അവിഹിതം നടത്തുന്ന ആളാരാന്ന് കാണുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് അത് നാട്ടുകാർ മൊത്തം അറിയുന്നു. കുടുംബക്കാരിലേക്ക് ഇങ്ങനെ ചെറുതായി കഥ സ്പ്രെഡ് ആക്കുന്നു. പിന്നെ അനിയൻ ചേട്ടനെ വിളിച്ചിട്ട് വരുന്നു, ഡൈവേഴ്സിൻ്റെ കാര്യം പറയുന്നു, ചേച്ചിയായിട്ടുള്ള ലാസ്റ്റ് സപ്പർ, അങ്ങനെയൊക്കെ കുറേ കോമഡി രംഗങ്ങളുണ്ട്. പിന്നെ അജിത്ത് പുന്നാട് എടുത്തു പറയണം. അജിത്ത് പുന്നാടിൻ്റെ വളരെ രസമായ ക്യാരക്ടർ സിനിമയ്ക്കകത്ത്. പുള്ളി നല്ല രീതിക്ക് ആ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്.
പുള്ളിക്ക് മാച്ച് ആവും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കേട്ടോ. പുള്ളിക്ക് നല്ല രീതിക്ക് മാച്ച് ആവുന്നൊരു ക്യാരക്ടർ അത്. പിന്നെ എന്താ പറയുക സിനിമയെ കുറിച്ച്, പിന്നെ ഇവർ അവിഹിതം പിടിക്കാൻ പോകുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. നമ്മളെ കത്തി BGM ഒക്കെ ചെറുതായി നിന്നിട്ട് അതിൻ്റെ അകത്ത് അവർ പ്ലാനൊക്കെ വരച്ച്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്ലൂ പ്രിന്റ് എന്ന് പറയുമ്പം ആ അച്ഛൻ മറ്റേ മേശൻ്റെ അടിയിലോട്ട് കുനിഞ്ഞു നോക്കുന്നു. നേരത്തേക്കും ഒരാൾ പറയുകയാണ് ഇതിലതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമായിട്ടുള്ള നല്ല ചിരിക്കാനുള്ള കുറേ മൂമെന്റ്സ് ഉണ്ട്. നമുക്കിങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ മൂമെന്റ്സ് ഉണ്ട് അതിനകത്ത്. അങ്ങനെ സിനിമ മുമ്പോട്ട് പോകുന്നു. പിന്നെ ഇതിനകത്ത് ഈ ഫസ്റ്റ് കണ്ട ക്യാരക്ടർ ഉണ്ടല്ലോ, ഈ അവിഹിതം കണ്ടുപിടിക്കുന്നത്, പുള്ളി ഓരോരുത്തരുടെ ഇങ്ങനെ പറഞ്ഞതാക്കും, പെട്ടെന്ന് വീട്ടിൽ പോക്കോ, അല്ലെങ്കിൽ ഭാര്യ എങ്ങനെയാണ്, പുള്ളിക്കാരി വീട്ടിൽ ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ പറഞ്ഞ ഓരോ സെറ്റപ്പ് ആക്കും. പിന്നെ ആൾക്കാർക്ക് സംശയിച്ചു തുടങ്ങും, സ്വന്തം ഭാര്യനെ ആൾക്കാർ സംശയിച്ചു തുടങ്ങും. അങ്ങനെ ഒരു ഇതെത്തി, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് ഇവരുടെ മാസ്റ്റർ പ്ലാൻ, ആ പ്ലാനിങ് തന്നെ ഒരു രസമാണെന്ന് വെച്ചേക്കുന്നത്. നല്ല രസമായിട്ട് കോമഡി കലർത്തിയിട്ട് അവരുടെ പ്ലാനിങ് ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ പ്ലാനിങ് ഒക്കെ പറഞ്ഞ് സംഭവം കഥ മുമ്പോട്ട് പോയി. ഇവർ ഭയങ്കര സെറ്റപ്പിൽ സെറ്റാക്കുന്നു. എന്നിട്ട് അവിഹിതം പിടിക്കുന്നു. അവിഹിതം അവൻ്റെ രാത്രിയിൽ ബാത്റൂമിലിട്ട് പൂട്ടുന്നു. അതിനകത്ത് വേറൊരു ഡയലോഗാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അതായത് പണ്ട് ഇവരുടെ അച്ഛൻ എന്തോ സ്ഥലം ഭാഗം വെച്ചപ്പം എന്താണ് 5 സെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. അന്നേരം ആ വിഹിതത്തിലുള്ള കക്കൂസിലാണ് ഈ പരിപാടി എന്ന് പറയുന്നത്. നേരെ അടുത്തും പറയുന്നുണ്ട്, ആ വിഹിതം പറ്റാൻ വേണ്ടി വന്നവനാണല്ലേ എന്ന്. ആ വിഹിതം അങ്ങനെ കുറച്ച് സൂപ്പർ രംഗങ്ങളുണ്ട് സംഭവം. അടിയോ അങ്ങനത്തെ ഒന്നും പ്രതീക്ഷ ആരും പോകണ്ട. അങ്ങനത്തെ ഒരു പടവേ അല്ല. നമുക്ക് നാച്ചുറലി കണ്ടിരിക്കാൻ പറ്റിയ ഒരു 1.25 മണിക്കൂറുള്ള ഒരു കുഞ്ഞിപ്പടം. അധികമൊന്നുമില്ല, ഒരു കുഞ്ഞിപ്പടം 1.25 മണിക്കൂറുള്ളൂ. ഒരു ചെറിയൊരു കഥ, ഒരു ചെറിയൊരു തീപ്പൊരി കയറില്ലേ, ഒരു ചെറിയ തീപ്പൊരിയിൽ നിന്ന് കയറി അങ്ങ് കത്തിയൊരു സിനിമ. പിന്നെ അതിനോട് കഥയിലേക്ക് കൂടുതൽ പോകുമ്പോൾ പിന്നെ എന്താണ്, ഇയാള് ഭാര്യേനെ ഇയാളോട് പറയുന്നത് നാച്ചുറൽ ആക്ട് ചെയ്യണം. കാരണം ഭാര്യേനെ അവിഹിതം പിടിക്കാൻ പറ്റുന്നതാണല്ലോ. സോ ഹസ്ബൻഡിനോട് പറയുന്നത് നാച്ചുറൽ ആക്ടിങ് വേണം. പുള്ളിയുടെ പരമാവധി നാച്ചുറൽ അഭിനയിക്കാൻ നോക്കുന്നു. അത് നല്ല രസമായിട്ടാണ്. ഇതാണ് ചേച്ചിയുടെ കൂടെയുള്ള ഏട്ടത്തിയമ്മയുടെ കൈ കൊണ്ടുള്ള ലാസ്റ്റ് സപ്പറാണ്. നേരം മറ്റേ അജിത്തിനോട് പറഞ്ഞ ഡയലോഗുണ്ട്, അതിന് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ സപ്പർ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാധനം, ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ സപ്പർ അല്ലല്ലോ എന്ന സംഭവം ഇൻസ്റ്റാ റീൽ കണ്ടിട്ടാണ് ഞാൻ ഈ പടത്തിലേക്ക് വരുന്നത് കേട്ടോ. ഞാൻ OTT ഇറങ്ങിയ കാര്യം അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെയാണ് ഈ പടത്തിലേക്ക് വരുന്നത്. രസമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് സംഭവം. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഇവരെ ബാത്റൂമിൽ പിടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ബാത്റൂമിൽ പിടിച്ച് കഴിയുമ്പം നൈസായിട്ട് ഇവരെ എന്താണ് ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടി. ഇവർ പ്ലാനിങ് ആണ്, പക്ക പ്ലാനിങ് ആയിരുന്നല്ലോ. എല്ലാവരെയും വിളിച്ച് മെമ്പർമാരെയൊക്കെ വിളിച്ച് പറയുന്നു, മെമ്പറിനൊക്കെ വിളിച്ച് പറയുന്നു, രാത്രി ഞങ്ങൾ വിളിക്കും വരണമെന്ന് പറയുന്നു. അങ്ങനെ രാത്രി മെമ്പറൊക്കെ വരുന്നു, എല്ലാവരും ബാത്റൂമിൽ നിന്ന് പൊക്കുന്നു. അപ്പം ഇവരുടെ ഒരു ചേട്ടൻ്റെ, അതായത് വലിയ അച്ഛൻ്റെ അനിയൻ്റെ മോനുണ്ട്. അപ്പം അവനൊക്കെ ഈ സിനിമയ്ക്കകത്ത് ആ ഒരു സെറ്റപ്പ് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര സെക്കൻഡ് ഹാഫിൽ പുള്ളിയൊക്കെ തകർത്ത വരെ രംഗങ്ങളുണ്ട്. പുള്ളിയൊക്കെ ഭയങ്കര ദേഷ്യക്കാരനായ പുള്ളി. ഭാര്യനെ വരച്ചു വരെ നിർത്തണം, പെങ്ങളെ വരച്ചു വരെ നിർത്തണം എന്ന് പറഞ്ഞൊരു പുള്ളി. എന്നിട്ട് അപ്പം നോക്കുമ്പോൾ അതുപോലെ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ കേട്ടോ ആ അമ്മയുടെ ക്യാരക്ടർ. അതിനകത്ത് അമ്മയെ അഭിനയിച്ച പുള്ളിക്കാരുടെ പേരെനിക്കറിയത്തില്ല. ആ ചേച്ചീൻ്റെ ക്യാരക്ടർ അടിപൊളിയായിട്ടോ. നല്ല പക്ക ഇമോഷണലായ ഒരു ക്യാരക്ടർ, നല്ല രസമായിട്ട് ചേച്ചി ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നിർമ്മല എന്ന് പറഞ്ഞ ക്യാരക്ടർ അഭിനയിച്ച പുള്ളിക്കാരിയും അടിപൊളിയാണ്. നല്ല രസമുണ്ട് പുള്ളിക്കാരുടെ ആക്ടിങ്. കാര്യം നാച്ചുറൽ ആക്ടിങ്, പക്ക നാച്ചുറൽ. എല്ലാവരും പക്ക നാച്ചുറൽ ആക്ടിങ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം എന്നിട്ട് ഇങ്ങനെ ഇവരുടെ അവിഹിതം അങ്ങനെ പിടിക്കുമല്ലോ. അപ്പം ആദ്യം ചെക്കൻ ഇറങ്ങി വരുമ്പോൾ പറയുന്നു ഇവളുടെ കൂടെയാണ്, അങ്ങനെ അവളുടെ കൂടെയാണെന്നൊക്കെ പറയുന്നത്. അന്നേരം അമ്മ അകത്ത് കിടന്നുറങ്ങുന്ന നിർമ്മലയോ അവളെയാണോ നീ പറഞ്ഞതെന്ന് ചോദിക്കുന്നു ഹസ്ബൻഡിനോട്. അന്നേരത്തേക്കും പിന്നെ ഇവർ മിണ്ടുന്നില്ല, ഇവരാരെന്ന് അറിയുന്നില്ല. അപ്പം പിന്നെ പെണ്ണിനെ നൈസായി വിളിച്ചിറക്കി നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ, അതായത് ഇവരുടെ വല്യച്ഛൻ്റെ അനിയൻ്റെ വല്യച്ഛൻ്റെ മകൻ്റെ ഭാര്യ. അപ്പം പുള്ളിക്കാരി അവിടെ പറഞ്ഞൊരു ബോൾഡായ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അവിഹിതങ്ങൾ എങ്ങനെ ഉണ്ടാകുമെന്ന് പറയാനുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. അതായത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഒരാളില്ല, എനിക്ക് പറയേണ്ട കാര്യങ്ങൾ കേൾക്കാൻ ഒരാളില്ല, എന്നെ കേൾക്കാൻ ആൾക്കാരില്ല, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കിഷ്ടമുള്ളൊരു സീരിയൽ പോലും കാണാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരാളോട് ഞാൻ എങ്ങനെ ജീവിക്കും? പിന്നെ ഞാൻ ആരോട് ഈ കാര്യങ്ങൾ പറയും? അന്നേരം എന്നെ കേൾക്കാനായിട്ട് മല്ലി പൊടിക്കുമ്പോഴും മുളക് പൊടിക്കുമ്പോഴും അരി പൊടിക്കുമ്പോഴൊക്കെ എന്നെ കേൾക്കുന്നത് ഈ ചേട്ടനാണ്. ഈ ചേട്ടൻ പുള്ളി ഏതാണ് കല്യാണം കഴിക്കാതെ സിംഗിളാന്ന് ആദ്യം പറയുന്നത്. പൊടിക്കാൻ വരുമ്പോഴും മല്ലി പൊടിക്കാൻ വരുമ്പോഴും മുളക് പൊടിക്കാൻ വരുമ്പോഴൊക്കെ എന്നെ കേൾക്കുന്നത്, എൻ്റെ പ്രശ്നങ്ങൾ കേൾക്കുന്നത്, എൻ്റെ വിഷമങ്ങൾ കേൾക്കുന്നത് ഈ ചേട്ടനാണ്. അപ്പം ഞാൻ എന്നെ കേൾക്കുന്ന ആളുകൂടെ അല്ലേ പോകണ്ടേ എന്ന് പറയുന്നുണ്ട് ആ പുള്ളിക്കാരി. നിങ്ങളെല്ലാവരും ഞാൻ ഉമ്മ വെക്കുന്ന കാണാൻ വേണ്ടി വന്നതല്ലേ, എന്നാൽ കാണ്
എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഉമ്മ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ഒക്കെയാണ്. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് നിങ്ങൾ എല്ലാവരും മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് വരാൻ ഇത്ര ആഗ്രഹിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ ആരും കണ്ടെത്തുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് കൂടിയാണ് അതിനകത്തുള്ളത്. സ്വന്തം വീട്ടിലുള്ള പ്രശ്നങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. എപ്പോഴും അതായത് സ്ത്രീയെ അടിച്ചമർത്തി മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ആളല്ല എന്ന് ബോൾഡെ പറയുന്നുണ്ട് അതിനകത്ത്. കാരണം പെണ്ണുങ്ങൾക്ക് അവിഹിതമാവാം, ആണുങ്ങൾക്ക് മാത്രമല്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ കേട്ടോ. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ആസ് എ മാൻ ഒരു ആണിൻ്റെ കയ്യിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ ദേ വിൽ സെർച്ച് ഫോർ ദ നെക്സ്റ്റ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അത്. കാരണം നമ്മൾ കൊടുക്കേണ്ട സ്നേഹവും നമ്മൾ കൊടുക്കേണ്ട പരിഗണനയും നമ്മൾ കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റും അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ, റിലേഷൻഷിപ്പിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ദേ വിൽ ഗോ. അത് തന്നെയാണ് അവിഹിതം. അത് തന്നെയാണ് അവർ പറയാൻ ഉദ്ദേശിച്ചതും അത് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളതും. നല്ല വൃത്തിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പറയേണ്ട കാര്യം ആൾക്കാരിലേക്ക് എത്തും. എന്നിട്ട് അവസാനം അമ്മ പറഞ്ഞ ഡയലോഗുണ്ട്, അത് നിർമ്മലേനോട്, സ്വന്തം മോനെ നീ അവൻ്റെ കർണത്തടിച്ചിട്ട് മാത്രമേ നീ അകത്ത് കയറാവുള്ളൂ, മോനോട് പറഞ്ഞു അടി കൊണ്ടിട്ട് നീ അകത്ത് കയറാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അവൾ കൊടുക്കുന്നുമുണ്ട്, വൈഫ് ഹസ്ബൻഡിനെ തല്ലുന്നുമുണ്ട്. അതായത് ചുമ്മാ ഒരാളെ അത്രയും സ്നേഹിക്കുന്ന ഒരു ഭാര്യനെ, പുള്ളിക്കാരൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി അത്രയും സ്നേഹിക്കുന്ന ഒരു ഭാര്യനെ, ഇതിൻ്റെ അകത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാതെ പറഞ്ഞു വെച്ചിട്ട് കാര്യങ്ങളുണ്ട്. അതായത് അമ്മ പറയുന്നുണ്ട്, ഓൾ ആരുടെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുക. അതായത് ഹസ്ബൻഡ് കൊണ്ടുവരുന്ന ഒരു സാരി കൊടുത്ത് പുള്ളിക്കാരി പുറത്തിറങ്ങാൻ നിൽക്കുമ്പോൾ ഇവൻ വഴക്ക് പറയും. അപ്പം പുള്ളിക്കാരി അരി പിടിപ്പിക്കാൻ പോയിരിക്കും, അന്നേരം ഇങ്ങനെ വഴക്ക് പറയും. മുളക് പിടിപ്പിക്കാൻ പോയിരിക്കും, അന്നേരം വഴക്ക് പറയും. അന്നേരം പറയും നീ ആരെ ഇതാക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നേ എന്നൊക്കെ പുള്ളിക്കാരൻ പറയുമ്പോൾ അമ്മ ചോദിക്കും, നിൻ്റെ അച്ഛനോ നീയോ ഞങ്ങളെ ആരെയും പുറത്ത് കൊണ്ടുപോകത്തില്ല, ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകത്തില്ല, നിങ്ങൾ പണി എന്ന് പറഞ്ഞ് പോകും. അന്നേരം അവൻ പറയുന്നുണ്ട്, പണിക്ക് പോയാലും പിന്നെ ആര് ഭക്ഷണം തരും? അങ്ങനെ ചോദിക്കുമ്പോൾ അമ്മ ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ, പണിക്ക് പോയാലേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അവിടെയും അതായത് സ്ത്രീയുടെ മൗലിക അവകാശങ്ങൾ വീടിൻ്റെ അകത്ത് അടയ്ക്കപ്പെട്ടവളാണ് എന്നവർ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ക്യാരക്ടറിലുള്ള നിർമ്മല എന്ന് പറയുന്ന ക്യാരക്ടർ ആയാലും അമ്മയായാലും വീടിൻ്റെ അകത്ത് അടയ്ക്കപ്പെട്ടവളാണ് എന്ന് എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അങ്ങനെ പറയാതെ പറഞ്ഞു പോയ കുറേ സംഭവങ്ങളവിടെ ഉണ്ട്. നിങ്ങൾ എന്തായാലും കണ്ടിരിക്കുക, ഒന്ന് പോയി കാണുക. ഈ ഒരു നറേഷൻ മാത്രം കേട്ടിരിക്കാണ്ട് എന്തായാലും പോയി പടം കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പായും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ലൊരു മൂവിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സെന്ന ഹെഡ്ഗേ ഫോർ ദിസ് വണ്ടർഫുൾ മൂവി. എന്തായാലും പടം അടിപൊളിയാണ്. എവിഹിതം എന്ത് വേണം പറയാം, അടിപൊളിയായ മൂവി, നല്ല രസമുള്ളൊരു മൂവി. കാണാത്തവരെ എന്തായാലും പോയി ജിയോ ഹോട്ട്സ്റ്റാർ കയറുന്ന കാണുക, അല്ലെങ്കിൽ OTT പ്ലെയറുണ്ട്, പോയിരുന്ന് കാണുക. നല്ല സിനിമയാണ്, നല്ല അടിപൊളി സിനിമയാണ്. അപ്പോൾ അത്രയോടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ആ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അത്രയേ ഉള്ളൂ. അപ്പോൾ കാണാം. ബൈ.